ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമുക്ക് ഇന്ന് ആ 9ാമത്തെ പാഠം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പഠന പ്രവർത്തനങ്ങൾ പറയാനുണ്ട്. അത് വായിച്ചിട്ട് നമുക്കത് പറയാം അല്ലെ. അപ്പൊ ഒരാൾ വായിച്ച് നമുക്ക് അതിലേക്ക് എത്താം. ഓക്കെ. അപ്പൊ ഫെയ്ത്ത് സ്റ്റാർട്ട് ചെയ്തോ. പാഠം 9. വിധിയെ തോൽപ്പിച്ച മഹാന്മാർ. വിധി എല്ലാവരോടും ദയ കാണിക്കാറില്ല. ചിലരോട് ക്രൂരത കാണിക്കും. ചിലർ ജനിക്കുമ്പോഴേ കുരുടരായിരിക്കും. ചിലർ ഭദ്രന്മാരും മറ്റു ചിലർക്ക് കൈകൾ ഉണ്ടാവില്ല. ഇനിയും ചിലർ 2 കാലുകളും തളർന്നവരായിരിക്കും. മൂകരായിട്ടും ചിലർ ജനിക്കും. അധികം ആളുകളും ഈ വൈകല്യം ഞങ്ങളുടെ വിധിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. പക്ഷെ ഈ വൈകല്യങ്ങളെ വെല്ലുവിളിക്കുന്നവരുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുറവുകളെ വിജയത്തിലേക്കുള്ള ഏണിപ്പടികളാക്കി മാറ്റിയ ചില ധീരന്മാരുണ്ട്. അവരുടെ ജീവിത കഥകൾ നമുക്ക് ഒരു പാഠമാണ്. വിശ്വപ്രശസ്തനായ ഹെലൻ കെല്ലർ അന്ധയും ബധിരയുമായിരുന്നു. കാണാനും ഉള്ള കഴിവില്ലാതിരുന്നിട്ടും ഈ വൈകല്യത്തോട് അവർ പൊരുതി. എഴുത്തുകാരി, സാമൂഹിക പ്രവർത്തക എന്നീ നിലകളിൽ കീർത്തി നേടാൻ അവർക്ക് കഴിഞ്ഞു. 1880 ജൂലൈ 27 അമേരിക്കയിലെ ഡുസക്കുംബ്യ എന്ന സ്ഥലത്താണ് ഹെലൻ ജനിച്ചത്. ജനിച്ചപ്പോൾ കാഴ്ചയ്ക്കോ കേൾവിക്കോ കുഴപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല. 1.5 വയസ്സായപ്പോൾ രോഗമാണ് അവരെ അന്ധയും മൂകയുമാക്കിയത്. എങ്കിലും അവർ നിരാശയായില്ല. ആനി സള്ളിവൻ എന്നൊരു അധ്യാപക ഹെലനെ വിരൽത്തുമ്പ് കൊണ്ട് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. ഉത്സാഹിയായ ഹെലൻ 24-ാം വയസ്സിൽ ബിരുദം സമ്പാദിച്ചു. ജീവിതം മുഴുവൻ അംഗവൈകല്യമുള്ളവർക്കായി സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അവർ ലോകം മുഴുവൻ ചുറ്റും സഞ്ചരിച്ചു. വികലാംഗർക്ക് വെളിച്ചം നൽകാൻ ജീവിതം ഉഴിഞ്ഞുവെച്ച ഹെലൻ കെല്ലർ ആത്മകഥയുൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് നാവിക ഓഫീസറായ ഹോൾമാൻ 24-ാമത്തെ വയസ്സിലാണ് അന്ധനായത്. അന്ധത നിഷ്ക്രിയനായിരിക്കാനല്ല, ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. മോൾമാൻ ലോകരാജ്യങ്ങളിൽ സഞ്ചാരം നടത്താൻ തീരുമാനിച്ചു. 40 വർഷം ആ യാത്ര നീണ്ടു നിന്നു. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഹോളണ്ട്, ഓസ്ട്രേലിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചു. സഞ്ചരിച്ച രാജ്യങ്ങളിലെ മനക്കണ്ണുകൊണ്ട് മനസ്സിലാക്കുകയും ജീവിത രീതികൾ നിരീക്ഷിക്കുകയും ചെയ്തു കൊണ്ട് നിരവധി വിവരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിന്റെ സഞ്ചാര സാഹിത്യങ്ങൾ കാഴ്ച ഉള്ളവർ എഴുതിയിട്ടുള്ള കൃതികളേക്കാൾ ഭംഗിയുള്ളവയാണ്. 1857 മരിക്കുമ്പോൾ 71 വയസ്സായിരുന്നു. ചാൾസ് ഗ്രാൻഡെമാന്റ് എന്ന ഫ്രഞ്ചുകാരന്റെ കഥയാണ്. കഥ ഇതിനേക്കാൾ ആവേശകരമാണ്. പിറവിയിലെ കൈകളും കാലുകളും ചാൾസിനില്ലായിരുന്നു. വളരെ 1 കിലോഗ്രാം മാത്രം തൂക്കം. അദ്ദേഹത്തിന്റെ ശരീരം അധികം വളർന്നില്ലെങ്കിലും അത്ഭുതകരമായാണ് വളർന്നത്.
കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ ഗണിത ശാസ്ത്രജ്ഞനായി ചാൾസ് മാറി. 14-ാം വയസ്സിൽ തന്റെ നിസ്തുല്യമായ ബുദ്ധിശക്തി പ്രകടമാക്കിക്കൊണ്ട് യൂറോപ്പ് മുഴുവൻ ഒരടി മാത്രം വീതിയുള്ള ഒരു മരപ്പെട്ടിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. നിരവധി അക്കങ്ങളെ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ കാലത്തെ ഇലക്ട്രോണിക് കാൽക്കുലേറ്ററിനേക്കാൾ വേഗതയോടെയായിരുന്നു അദ്ദേഹം അത് ചെയ്തിരുന്നത്. ഇത്ര കഠിനമായ കണക്കുകളിൽ മനസ്സുകൊണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 60-ാം വയസ്സിൽ വരെ ഗണിത ശാസ്ത്രത്തിലെ കുടുക്കുകളെല്ലാം അഴിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചു. പ്രശസ്തനായ ഇംഗ്ലീഷുകാരൻ അർത്ഥം ആംഗലേയ കവി അന്ധനായി തീർന്നത് 44-ാം വയസ്സിലാണ്. ഇതിനകം കവിയായി പേരെടുത്തിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന അതിശ്രേഷ്ഠമായ മഹാകാവ്യം അദ്ദേഹം രചിക്കുന്നത് അന്ധനായി തീർന്നതിനു ശേഷമാണ്. അങ്ങനെ വിധിയുടെ ക്രൂരതയ്ക്കെതിരെ പൊരുതി ഈ കവി ഉയർന്നെഴുന്നേറ്റു. തോമസ് ഒരാൾ 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്നു. 2 കൈകളും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. വളഞ്ഞ ശരീരമായതിനാൽ നേരെ നടക്കുവാനും കഴിഞ്ഞിരുന്നില്ല. പക്ഷെ പക്ഷികളുടെ തൂവലുകൾ കാൽവിരലുകൾക്കിടയിൽ തുരുക്കി ലേഖനങ്ങളും മറ്റും അദ്ദേഹം എഴുതി. ആ കാലത്തെ രാജാക്കന്മാരെല്ലാം ആകർഷിച്ചതാണവ. ഡ്യൂട്ടോ മിൽ ബെനഡക്റ്റോവിക്സ് ഒരു പട്ടാളക്കാരനായിരുന്നു. ഒരു യുദ്ധത്തിൽ 2 കൈകളും നഷ്ടമായതിനു ശേഷം അദ്ദേഹം ചിത്രകാരനായി തീർന്നു. കൈകളില്ലാതെ അയാൾ ചിത്രകാരനോ തോന്നുന്നു അല്ലേ? എന്നാൽ സത്യമാണ്. വലതു കൈമുട്ടിൽ കൊളുത്തിട്ട് അതിൽ ബ്രഷ് പിടിപ്പിച്ചാണ് ഡ്യൂട്ടോമിൽ ചിത്രം വരച്ചിരുന്നത്. ഇദ്ദേഹം ജീവിച്ചിരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അന്ധനായ ഗ്രീക്ക് മഹാകവി ഹോമർ രചിച്ച മഹാകാവ്യങ്ങളിലെല്ലാം ലോകപ്രസിദ്ധമായ ഒഡീസിയും കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട ബീഥോവൻ എന്ന പാശ്ചാത്യ സംഗീതജ്ഞൻ രചിച്ച സിംഫണികൾ ഉദാഹരണത്തിന് ഇനിയും ധാരാളമുണ്ട്. ജീവിതത്തിലേക്കുന്ന ഇത്തരം ദുഃഖങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നത് ജീവിതത്തിലേൽക്കുന്ന ഇത്തരം ദുഃഖങ്ങൾക്ക് അടിമപ്പെടരുത്. ധൈര്യത്തോടെ അതിനെ നേരിടുക. മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. വിജയം സുനിശ്ചിതമാണ്. ഓക്കെ, ഈ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാവണമെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് പാരഗ്രാഫ് അത് പറയുന്നത് ഉദാഹരണങ്ങൾ ഇനിയും ധാരാളമുണ്ട്. ജീവിതത്തിലേക്കുന്ന ഇത്തരം ദുഃഖങ്ങൾക്ക് അടിമപ്പെടരുത്. ധൈര്യത്തോടെ അതിനെ നേരിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അല്ലെ? അതിൽ നമ്മൾ വേണ്ടേ വിജയം സുനിശ്ചിതമാണ്. ഇതാണ് നമുക്ക് ഈ കഥയുടെ
വിധിയെ തോൽപ്പിച്ച മഹാന്മാർ എന്നുള്ള കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. എന്താണ് ജീവിതത്തിലേക്കുന്ന ഇത്തരം പല കുറവുകൾ നമുക്കുണ്ടാകാം. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് വിഷമം വന്നാലും നമ്മൾ ധൈര്യത്തോടെ അതിനെ നേരിടണം, നേരിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. എന്നാൽ എന്തുണ്ടാവും, വിജയം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ പഠന പ്രവർത്തനങ്ങൾ പറയണ്ടേ? ഓക്കെ, അതിൽ ആദ്യത്തത് എന്താണ്, പദങ്ങളുടെ അർത്ഥം അല്ലെ. പദങ്ങളുടെ അർത്ഥം പഠിക്കാമെന്നാണ്. പാഠം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മക്കളെ? വിധിയെ തോൽപ്പിച്ച മഹാന്മാർ അല്ലെ. കുറെ പേരുടെ മഹാന്മാരെ കുറിച്ച് നമ്മൾ കുറെ പേരെ കുറിച്ച് പഠിച്ചു. അവരൊക്കെ ഓരോരോ കുറവുകൾ ഉണ്ടായിട്ടും സമൂഹത്തിന്റെ ഉന്നതങ്ങൾ എത്തിയവരാണ് അല്ലെ. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് അതിന്റെ പദങ്ങളുടെ അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ. ഇന്ന് ആദ്യത്തെ എന്താ, നിങ്ങൾ പാഠം എത്രയാണ്, നമുക്ക് 9 എന്ന് എഴുതി വിധിയെ തോൽപ്പിച്ച മഹാന്മാർന്ന് ഹെഡിങ് എഴുതിയിട്ട് ഇതിന്റെ അർത്ഥം എഴുതണം. ഓക്കെ, എഴുതിയോ? ഓക്കെ, അപ്പോ അർത്ഥം എഴുതണം. പദങ്ങളുടെ അർത്ഥം എഴുതിയിട്ട് ആദ്യം തന്നെ ബധിരന്മാർ. എന്താണ് ബധിരന്മാർ? പദങ്ങൾ വരെ ഞാൻ എഴുതിയതാ. അതെ അല്ലെ. ബധിരന്മാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെവി കേൾക്കാത്തവരാണ് ബധിരന്മാർ. ഇനി അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചെവി കേൾക്കാത്തവരാണ് ബധിരന്മാർ. അന്ധന്മാരോ? സംസാരിക്കാത്തവർ. അന്ധന്മാർ കണ്ണ് കാണാത്തവരാണ് അന്ധന്മാർ. മൂകന്മാരാണ് ആര്? സംസാരിക്കാൻ പറ്റാത്തവർ. മനസ്സിലായോ? അപ്പോ ചെവി കേൾക്കാത്തവരെ എന്ത് പറയും? ബധിരന്മാർ എന്ന് പറയും. കണ്ണ് കാണാത്തവരെ അന്ധന്മാർ. സംസാരിക്കാൻ പറ്റാത്തവരാണ് ഏത്? മൂകന്മാർ അല്ലെ. മൂകൻ. അപ്പൊ അന്ധ, ബധിര, മൂക. ഓക്കെ, ഹെലൻ കെല്ലർ ഒരേ സമയം അന്ധയും ബധിരയുമായിരുന്നു നമ്മൾ അല്ലെ. കണ്ണ് കാണാനും ചെവി കേൾക്കാനും പറ്റില്ല. ഓക്കെ, അപ്പൊ ബധിരന്മാർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ചെവി കേൾക്കാത്തവർ എന്നാണ് അർത്ഥം. നെക്സ്റ്റ് മൂകർ. മൂകർ ആരാ? സംസാരിക്കാത്തവർ. വൈകല്യം. വൈകല്യം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കുറവുകൾ അല്ലെ. നമുക്ക് വരുന്ന കുറവുകൾ ഞാൻ വൈകല്യം. പൊരുതുക. പൊരുതുക, യുദ്ധം ചെയ്യുക. നെക്സ്റ്റ് വിശ്വപ്രസിദ്ധം. എഴുതിയത് ശരിയാണോ നോക്കിയേ. വിശ്വപ്രസിദ്ധം, ലോകപ്രസിദ്ധം. വിശ്വപ്രസിദ്ധം. ഒരു മിനിറ്റ് മക്കളെ, ഒരു മിനിറ്റ് ഫോൺ എടുത്തോട്ടെ. കുറച്ച് അർജന്റ് ഫോൺ ആയിരുന്നു. അപ്പൊ അടുത്തത് പൊരുതുക അല്ലെ. പൊരുതുക, യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യുക അല്ലെ. അർത്ഥം നിങ്ങൾ പഠിക്കുന്നത് ഞാൻ ക്ലാസ്സിൽ ഇതൊന്നുകൂടി പറയുന്നത് എന്തിനാന്ന് വിചാരിച്ചാല് നിങ്ങള് അപ്പൊ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഓർമ്മയിൽ നിൽക്കും നിങ്ങൾ ക്ലാസ്സിൽ ഇത് പറഞ്ഞുകൊടുന്നാല്. ഓക്കെ, പൊരുതുക, യുദ്ധം ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ എന്താണ്? വിശ്വപ്രസിദ്ധം, ലോകപ്രസിദ്ധം. അന്ധ. അന്ധാന്ന് വന്നു അടുത്തത്. എന്താ അർത്ഥം? കണ്ണു കാണാത്തവൾ. കണ്ണു കാണാത്തവള്. സാമൂഹ്യ പ്രവർത്തക, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൾ. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവളാണ് സാമൂഹ്യ പ്രവർത്തക. നെക്സ്റ്റ് കീർത്തി, പ്രസിദ്ധി. പ്രശസ്തി അല്ലെങ്കിൽ പ്രസിദ്ധിയാണ് വേണ്ടല്ലേ. നെക്സ്റ്റ് അംഗവൈകല്യം. എന്താണ് അംഗവൈകല്യം? ശരീരത്തിലുണ്ടാകുന്ന കുറവ്. വികലാംഗർ, ശരീരത്തിന് എന്തെങ്കിലും കുറവുള്ളവർ. അംഗം. അടുത്തത് ശരീരം. ശരീരം അല്ലെ. അംഗം, അവയവം അല്ലെങ്കിൽ ശരീരം. ഓക്കെ, നെക്സ്റ്റ് ആത്മകഥ. സ്വന്തം ജീവിതകഥ. ആത്മകഥ എഴുതുന്ന അറിയില്ലേ? ആത്മകഥയുണ്ട്, ജീവചരിത്രമുണ്ട് അല്ലെ. സ്വന്തം കഥ ഒരാൾ എഴുതുന്നതിനാണ് എന്ത് പറയുക? ഇപ്പൊ ഗാന്ധിജിയുടെ ആത്മകഥയുണ്ട് അല്ലെ. ഇല്ലേ? അറിയില്ലേ? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഓക്കെ, അതുപോലെ മറ്റുള്ളവരുടെ കഥ നമ്മൾ എഴുതുന്നതിന് എന്താ പറയുക? ജീവചരിത്രം എന്ന് പറയും അല്ലെ. അപ്പോ ആത്മകഥ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതകഥയാണ് ആത്മകഥ. നെക്സ്റ്റ് നിഷ്ക്രിയൻ. ഒന്നും പ്രവർത്തിക്കാത്തവനാണ് നിഷ്ക്രിയൻ. നെക്സ്റ്റ് നിരീക്ഷിക്കുക. നിരീക്ഷിക്കുക, നല്ലതുപോലെ നോക്കി മനസ്സിലാക്കുക. നല്ലതുപോലെ നോക്കി മനസ്സിലാക്കുന്നതിന് എന്താ പറയുക? നിരീക്ഷിക്കുക. മനക്കണ്ണ്. മനസ്സാകുന്ന കണ്ണ് അല്ലെങ്കിൽ മനസ്സിനെ കണക്കാക്കുന്ന കണ്ണാക്കുന്ന അവസ്ഥ. മനസ്സിനെ കണ്ണാക്കുന്ന അവസ്ഥ.
കണ്ണടക്കുന്ന അവസ്ഥ. ഓക്കെ. ഗണിതശാസ്ത്രം കണക്ക് അറിയില്ലേ? ഗണിതശാസ്ത്രം മാത്സ്. കണക്ക്. ഓക്കെ, കണക്ക്. നിസ്തുലം തുല്യമില്ലാത്തത്. നിസ്തുലം തുല്യമില്ലാത്തത്. ഇലക്ട്രോണിക് കാൽക്കുലേറ്റർ അറിയാലോ, വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന കണക്ക് കൂട്ടുന്ന യന്ത്രമാണ് ഇലക്ട്രോണിക്. ഇപ്പൊ നിങ്ങൾക്ക് അത് നല്ലപോലെ അറിയായിരിക്കും അല്ലെ? ഇപ്പം എന്താ പറയാ, നമ്മള് യന്ത്രങ്ങളുടെ യുഗത്തിലാണ് ജീവിക്കുന്നത് അല്ലെ? അപ്പൊ ഇലക്ട്രോണിക് കാൽക്കുലേറ്റർ വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന കണക്ക് കൂട്ടുന്ന യന്ത്രം. ആംഗലേയ കവിയായ ജോൺ ഇംഗ്ലീഷ് കവി. ഇംഗ്ലീഷ് കവി. അതിശ്രേഷ്ഠം, ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ നല്ലത് എന്നർത്ഥം. അതിശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. അടിപ്പെടുക, അടിപെടുക, കീഴ്പ്പെടുക. അടിപെടുക, കീഴ്പ്പെടുക. നെക്സ്റ്റ് സുനിശ്ചിതം, സുനിശ്ചിതം തീർച്ചയായും ഉറപ്പുള്ളത് അല്ലെ? തീർച്ചയായും ഉറപ്പുള്ളത്. ഓക്കെ. നെക്സ്റ്റ് വിപരീത പദങ്ങളാണ്. വിപരീത പദങ്ങൾ ഹെഡിങ് എഴുതണം, എന്നിട്ട് എഴുതണം താഴെ. എന്ത്? ദയ. എന്താ വിപരീതം? ദയ കാണിക്കാതെ. ദയയുടെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ഇതിലുണ്ടല്ലോ, ക്രൂരത. എന്താണ് ദയയുടെ ഓപ്പോസിറ്റ് വേർഡ്? ക്രൂരത. നെക്സ്റ്റ് നിരാശ, ആശ. വെളിച്ചം, ഇരുട്ട്. വെളിച്ചം, ഇരുട്ട്. നെക്സ്റ്റ് പര്യായ പദങ്ങള്. പര്യായ പദങ്ങൾ എഴുതണം, എന്നിട്ട് അണ്ടർലൈൻ ചെയ്യണം. കീർത്തി, പ്രസിദ്ധി, പ്രശസ്തി, പുകഴ് അല്ലെ? കീർത്തി, പ്രസിദ്ധി, പ്രശസ്തി, പുകഴ്. നെക്സ്റ്റ് വെളിച്ചം, പ്രകാശം, ജ്യോതിസ്, തേജസ് അല്ലെ? പ്രകാശത്തിന്റെ പല അർത്ഥങ്ങൾ. ഓക്കെ. നെക്സ്റ്റ് നിസ്തുലം, എന്താണ്? അതുല്യം അല്ലെ? നെക്സ്റ്റ് അനുപമം, ഉപമിക്കാൻ പറ്റാത്തത്. നിരുപമം, ഇതൊക്കെ നിസ്തുലനിലയിലെ അർത്ഥാണ്. നെക്സ്റ്റ് ചേർത്ത് എഴുതുകയാണ്. ചേർത്ത് എഴുതുക. അതില് ചേർത്ത് എഴുതുക എഴുതണം നിങ്ങള്. പറഞ്ഞോ മോനെ. അത് എഴുതിയില്ല അല്ലെ? ഇപ്പൊ എഴുതുന്നെങ്കിൽ എഴുതിക്കോ. ചേർത്ത് എഴുതുക എന്ന് ഹെഡിങ് എഴുതണം. ആൻമരി അതെല്ലാം എഴുതിയോ? ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയോ കഴിഞ്ഞ പാഠത്തിന്റെ? ഓക്കെ. ഇല്ലേ? എവിടെയാണ് ആള്? ഇവിടെ ഉണ്ടോ? ഓക്കെ, പോയി തോന്നുന്നു. നെക്സ്റ്റ് ചേർത്ത് എഴുതുകയാണ്. അതിൽ വിധി പ്ലസ് ആണെന്ന്. എന്താണ്? വിധിയാണെന്ന്. നെക്സ്റ്റ് വിധിക്ക് പ്ലസ് ഇടണേ. ഇപ്പൊ എങ്ങനെയാ എഴുതേണ്ടത്? വിധി ഒരു പ്ലസ് ഇട്ടിട്ട് ആണെന്ന്. വിധി അല്ലല്ലോ വിധിയാണെന്ന് തിരിച്ചെഴുതുകയല്ലോ, ചേർത്തെഴുതുകയല്ലേ? അത് ചേർത്തെഴുതണം. അല്ല, ഇവിടെ വിധിക്ക് പ്ലസ് ഇല്ല, ശ്രദ്ധിച്ചോ? നമ്മുടെ ടെക്സ്റ്റില് പ്ലസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലസ് ഇടണം. അതിന്റെ ഇടയിൽ നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോ പ്ലസ് ഇടണം. ഓക്കെ, ക്ലിയർ ആയോ? വിധി പ്ലസ് ആണെന്ന്. എന്ത്? വിധിയാണെന്ന്. അത് കഴിഞ്ഞ് വിധിക്ക് ഇതിൽ പ്ലസ് ഇട്ടിട്ടില്ല മോനെ, അതുകൊണ്ടാണ് മിസ് പറഞ്ഞത്. പ്ലസ് എതിരായി എന്താണ് വരുക? വിധിക്ക് പ്ലസ് എതിരായി എന്താണ് വരുക? വിധിക്കെതിരായി എങ്ങനെയാ വരുക? ഇത് വിധിക്കെതിരായി എ മാറിയിട്ട് എ ചിഹ്നം, എ ചിഹ്നം ഇട്ടിട്ട് എഴുതിട്ട്. മനസ്സിലായോ? അത് എഴുതിത്തരണോ? വേണം ഞാൻ അതും കൂടി എഴുതി സെൻഡ് ചെയ്യാം. വിധിക്കെതിരായി. അപ്പൊ കാക്ക് മുമ്പിൽ എ ചിഹ്നം വരും കേട്ടോ. വിധിക്കെതിരായി എ പോകും, എ ചിഹ്നം വരും. ഓക്കെ. നെക്സ്റ്റ് മനക്കണ്ണ്. എന്ത് ചെയ്യണം? മന പ്ലസ് കണ്ണ് എന്താ വരും? മനക്കണ്ണ്, ഇക്ക വരും. ഓക്കെ, ദിത്ത് സന്ധ്യാവും ഇക്ക വരും, കാ ഇരട്ടിക്കും. നെക്സ്റ്റ് മര പ്ലസ് പെട്ടി, മരപ്പെട്ടി, ഉപ്പ. പിന്നെ കണക്ക് പ്ലസ് ആയാലും എങ്ങനെ വരും? യാ ഇവിടെ ഉണ്ടല്ലോ. ആ പോയിട്ട് എന്താവും? കണക്കാല് വരുവാ. കണക്കര പോവും. ചിഹ്നം പോയിട്ട് ആ ചിഹ്നം വരും. കണക്ക എന്നിട്ട് ഈ ആന്നുള്ള അക്ഷരം പോകും. കണക്കായാലും എന്ന് വരും. നെക്സ്റ്റ് കവി പ്ലസ് ആയി, കവി യായി, യാ വരും അല്ലെ? ആഗമസന്ധിയാണ് അവിടെ വരുന്നത്.
അപ്പൊ കവി യായി യാ എഴുതിയിട്ട് ആ എന്ന ചിഹ്നം ഇടണം. ആന്നുള്ളത് കളയണം. നെക്സ്റ്റ് പേര് പ്ലസ് എടുത്തിരുന്നു. എന്താ വരുക? പേരെടുത്തിരുന്നു. ചന്ദ്രക്കല പോയിട്ട് എ ചിഹ്നം വരും. എ കളയണം അല്ലെ? എ ചിഹ്നം ഇടണം. എ ചിഹ്നം അറിയില്ലേ? പേരെടുത്തു എഴുതിയിട്ട് അയക്കണേ. അത് എന്ത് ചില തെറ്റുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? പിരിച്ചെഴുതുകയാണ്. അപ്പൊ പ്രകടമാക്കി എന്നുള്ളത് പ്രകടം പ്ലസ് ആക്കി. നെക്സ്റ്റ് വീതിയുള്ള, വീതി പ്ലസ് ഉള്ള ഊ വരും. മനസ്സിലായ? യു പോയിട്ട് ഊ വരും. അദ്ദേഹത്തിനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പ്ലസ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നെക്സ്റ്റ് അന്ധനായി തീർന്നു. എങ്ങനെ വരുക? അന്ധനായി പ്ലസ് തീർന്നു. ഇത്ത വേണ്ട, തീർന്നു. ഉയർത്തെഴുന്നേറ്റു. എങ്ങനെ വരും? ചിഹ്നം മാറി വരും. ഉയർത്ത് പ്ലസ് എഴുന്നേറ്റു എ വരും അല്ലെ? സ്വരാക്ഷരങ്ങളിൽ എ വരും. ഓക്കെ. ഉയർത്ത് ചന്ദ്രക്കല ഇട്ടിട്ട് പ്ലസ് ഇട്ടിട്ട് എഴുന്നേറ്റു. നെക്സ്റ്റ് കഴിഞ്ഞിരുന്നില്ല. പ്ലസ് ഇരുന്നില്ല ഈ വരും. കഴിഞ്ഞ് പ്ലസ് ഇരുന്നില്ല, കഴിഞ്ഞിരുന്നില്ല. ഓക്കെ. പിന്നെന്താ പറയാ? വാക്യത്തെ പ്രയോഗിക്കാമാണ് അല്ലെ? വൈകല്യം, വെളിച്ചം നൽകുക, ജീവിതം ആദ്യം ഞാൻ എഴുതരാം. ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക, മനക്കണ്ണ്, നിരീക്ഷിക്കുക, ഊരാ കൊടുക്കുക അല്ലെ? കുറെ വേർഡുകളുണ്ട് വാക്യത്തെ പ്രയോഗിക്കാൻ. ഓക്കെ. നമ്മുടെ പാഠത്തിൽ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എഴുതിത്തരാം. അതും ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ചോദ്യങ്ങൾക്ക് ആദ്യത്തെ വൈകല്യം എന്നുള്ളതിന് നമുക്ക് വാക്യത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് അവിടെ. എന്താണ്? കണ്ടോ? ശരീരത്തിന് എന്ത് വൈകല്യം ഉണ്ടെങ്കിലും അത് നിസാരമാക്കി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് വിജയം നിശ്ചയമാണ് അല്ലെ? ശരീരത്തിന് എന്ത് വൈകല്യം ഉണ്ടെങ്കിലും അത് നിസാരമാക്കി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് വിജയം നിശ്ചയമാണ്. അങ്ങനെ ഓരോന്നും വെളിച്ചം നൽകുക, അങ്ങനെ ഓരോന്നും ബാക്കി. ഓക്കെ. നെക്സ്റ്റ് ഉത്തരം കണ്ടെത്തുകയാണ് അല്ലെ? എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? വിധി ചിലരോട് കാണിക്കുന്ന ക്രൂരതകൾ എന്തെല്ലാമാണ്? എന്തെല്ലാമാണ് വിധി ചിലരോട് ക്രൂരത കാണിക്കുന്നത്? ചിലവര് അന്ധരായി തീരുന്നു, ചിലവര് മൂകരാവുന്നു, ചിലവര് എന്ത് ചെയ്യും? ബധിരന്മാരാവും അല്ലെ? പിന്നെ കൈകളില്ലാതെ, 2 കൈകളില്ലാതെ ജനിക്കുന്നവരുണ്ടാവും. പിന്നെയോ കാലുകളില്ലാതെ ജനിക്കുന്നവരുണ്ടാവും അല്ലെ? അങ്ങനെ വിധി നമ്മോട് പലതരത്തിലും ക്രൂരത കാണിക്കും അല്ലെ? നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിധിയെ തോൽപ്പിക്കുന്നവർ എന്ന് പറയുന്നത് ആരെയാണ്? ആരെയാണ് വിധിയെ തോൽപ്പിക്കുന്നവർ എന്ന് പറയുന്നത്? നമ്മള് പക്ഷേ ഈ വൈകല്യങ്ങൾ അല്ലെ, അന്ധന്മാരും ബധിരന്മാരും മൂകന്മാരും കൈയില്ലാത്തവരും കാലില്ലാത്തവരും ഒക്കെ ഉണ്ടാവും. ആ വൈകല്യങ്ങളെ വെല്ലുവിളിക്കുന്നവരുണ്ട് അല്ലെ? അങ്ങനെ തങ്ങളുടെ കുറവുകൾ വിജയത്തിലേക്കൂടെ എളിപ്പടികളാക്കുന്നവരാണ് ആര്? വിധിയെ തോൽപ്പിച്ച് ജീവിക്കുന്നവരെന്ന് നാം അറിയുന്നത് അല്ലെ? അതാണ് ഇവരാണ് വിധിയെ തോൽപ്പിക്കുന്നവർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹെലൻ കെല്ലർക്ക് ഉണ്ടായിരുന്ന വൈകല്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഹെലൻ കെല്ലർക്ക് ഉണ്ടായിരുന്ന വൈകല്യങ്ങള്? എന്തൊക്കെയാണ് ഹെലൻ കെല്ലർ എന്തൊക്കെ? കണ്ണു കാണത്തില്ലായിരുന്നു, കേൾക്കത്തുമില്ല. ഓക്കെ. അന്ധയും ബധിരയുമായിരുന്നു അല്ലെ? ഹെലൻ കെല്ലർ അന്ധയും, ഹെലൻ കെല്ലർക്ക് കണ്ണു കാണാനും അങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിൽ അന്ധയും ബധിരയും ആയിരുന്നു ഹെലൻ കെല്ലർ. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹെലനെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് ആരാണ്? പറഞ്ഞോ. ആനി സള്ളിവാൻ എന്ന അധ്യാപികയാണ് ഹെലനെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത്. നെക്സ്റ്റ് അഞ്ചാമത്തെ, 2-3 പ്രാവശ്യം പാഠം വായിച്ചതുകൊണ്ട് ഫെയ്ത്തിന് നല്ല വൈകാട്ടായില്ലേ പാഠം? ഇപ്പം നോക്കും കൂടെ വേണ്ട ആൻസർ പറയാനല്ലേ? അപ്പൊ ഹെലനെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് അത് പഠിച്ചു. ഇനി അടുത്ത 5, അന്ധനായ ഹോൾമാൻ അന്ധനായതിനു ശേഷം ചെയ്തത് എന്താണ്? എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്?
അന്ധനായതിനു ശേഷം ഹോൾമാൻ. അന്ധത നിഷ്ക്രിയ ആയിരിക്കാനല്ല, കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനാണ് എന്ന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അല്ലെ. അതുകൊണ്ട് തന്നെ അയാള് ലോകരാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും എന്ത് ചെയ്തു, 40 വർഷത്തോളം സഞ്ചരിച്ചതിന് ശേഷം ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ഹോളണ്ട്, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, റഷ്യ എന്നിവ രാജ്യങ്ങളിൽ സഞ്ചരിച്ച രാജ്യങ്ങളിലെല്ലാം മനക്കണ്ണുകൊണ്ട് കാണുകയും മനസ്സിലാക്കുകയും അവിടുത്തെ ജീവിത രീതികൾ നിരീക്ഷിക്കുകയും ചെയ്തതിനു ശേഷം നിരവധി യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ രചിച്ചു അല്ലെ. ഓക്കെ, അതാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ സഞ്ചാരഗതികളെ കാഴ്ചയുള്ളവർ എഴുതിയിട്ടുള്ളതിനേക്കാള് കൃതികളേക്കാൾ ഭംഗിയുള്ളവയാണ് അല്ലെ. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ കഴിവ് എന്തായിരുന്നു? ഓക്കെ, ചാൾസ് ഡാൻമന് കഴിഞ്ഞുകൂടിയിരുന്നു അല്ല, ഏതാണ് ഹെലനെ എഴുതാനല്ലല്ലോ. അന്ധനായ ഹോൾമാൻ അന്ധനായതിനു ശേഷം ചെയ്തത് എന്താണ്? ഏതാമത്തെ? 6ാമത്തെയാ? അദ്ദേഹത്തിന്റെ കഴിവ് എന്തായിരുന്നു? ചാൾസ് ഡാൻഡേമാൻ കഴിഞ്ഞുകൂടിയത് എന്തിലാണ്? അദ്ദേഹം ഉയരം കുറഞ്ഞ മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ ഒരു മരപ്പെട്ടിയിലായിരുന്നു കഴിഞ്ഞുകൂടിയെന്ന് നമ്മൾ വായിച്ചു അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് എന്തായിരുന്നു? നിമിഷങ്ങൾ അല്ലെ. അയാളൊരു ആരാണ്? കണക്ക് എല്ലാം വേഗം. അതിന് പ്രത്യേകിച്ചൊരു പേര് പറഞ്ഞല്ലോ, വളരെ ചെറിയ രൂപം. അദ്ദേഹം മരപ്പെട്ടിലായിരുന്നു കഴിഞ്ഞ. ബുദ്ധിശക്തി അല്ലെ. എങ്ങനെ? അയാളുടെ ശരീരം വളർന്നില്ലെങ്കിൽ ബുദ്ധിശക്തി അപാരമായിട്ടാണ് വളർന്നത് അല്ലെ. അത്ഭുതകരമായാണ് വളർന്നത്. എന്ത് ചെയ്തു അയാള്? ആ കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ചാൾസ് അല്ലെ. അയാളുടെ നിസ്തുലമായ ബുദ്ധിശക്തി പ്രകടമാക്കിക്കൊണ്ട് അയാൾ എന്ത് ചെയ്തു? യൂറോപ്പ് മുഴുവൻ സഞ്ചരിച്ചു. പിന്നെ എന്ത് ചെയ്തു? നിരവധി അക്കങ്ങളുള്ള സംഖ്യകളെ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്തു. ഒരു ഇലക്ട്രോണിക് കാൽക്കുലേറ്ററേക്കാൾ വേഗതയോടെ ആയിരുന്നു അദ്ദേഹം കണക്ക് ചെയ്തിരുന്നത് അല്ലെ. ഇതായിരുന്നു അദ്ദേഹം ചെയ്തത്. നെക്സ്റ്റ് ചോദ്യം എന്താ? ജോൺ മിൽട്ടൺ തന്റെ ഏറ്റവും മികച്ച കാവ്യം രചിച്ചത് എന്ന്? ആ കാവ്യത്തിന്റെ പേരെന്ത്? ജോൺ മിൽട്ടൺ. ആരാണ് ജോൺ മിൽട്ടൺ? ആംഗലേയ കവി ജോൺ മിൽട്ടൺ. വായിച്ച മറന്നുപോയോ? 4 വയസ്സിൽ. ഓക്കെ, എന്താണ് അയാളുടെ കൃതിയുടെ പേര്? പാരഡൈസ് ലോസ്റ്റ് അല്ലേ. ഓക്കെ, പാരഡൈസ് ലോസ്റ്റ് എന്നതാണ് അദ്ദേഹത്തിന്റെ കാവ്യം. ഏറ്റവും മികച്ച കാവ്യം പാരഡൈസ് ലോസ്റ്റ്. ആ കാവ്യത്തിന്റെ പേരെന്ത്? അതന്നെയല്ലേ അല്ലേ. എന്ന് കേൾക്കുന്നില്ല. അപ്പൊ 40ാം വയസ്സില്. കൊടുത്തിട്ടില്ലല്ലോ. ഏത്? പാരഡൈസ് ലോസ്റ്റാ? കണ്ടില്ല. 40ാം വയസ്സിലില്ലേ? പ്രസിദ്ധനായ ആംഗലേയ കവി ജോൺ മിൽട്ടൺ അന്തരായത്തിൽ 40ാം വയസ്സിലാണ്. ഇതിനകം കവിയായി പ്രേരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന ശ്രേഷ്ഠമായ മഹാകവിത രചിക്കുന്നത് അന്ധനായതിനു ശേഷം. അപ്പൊ 44ാം വയസ്സിന് ശേഷമല്ലേ? അന്ധനായത് 44ാം വയസ്സിലാണെന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ വിധിയുടെ കുറവ് അങ്ങനെയാണ്. അപ്പൊ 44ാം വയസ്സിന് ശേഷം, അതായത് 44ാം വയസ്സിന് ശേഷം എഴുതാം. നെക്സ്റ്റ് 7 ജോൺ അത് എഴുതി പറഞ്ഞു നമ്മള്. ഇനി 8 ലൂഡോമിൽ ചിത്രം വരച്ചിരുന്നത് എങ്ങനെയാ? കയ്യിൽ ഒരു കൊളുത്ത് വെച്ചിട്ട് അതിൽ ബ്രഷ് വെച്ചിട്ടാണ് വരച്ചത്. അത് ബൈഹാട്ടല്ലേ. ഓക്കെ, കൈമുട്ടിൽ ഒരു കൊളുത്തിട്ട് അതിൽ ബ്രഷ് പിടിച്ചാണ് ലൂഡോമിൽ ചിത്രം വരച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഹോമർ രചിച്ച മഹാകാവ്യങ്ങൾ ഇലിയഡും ഒഡീസിയും. പറഞ്ഞോ അത്? ഹോമർ ഇലിയഡും ഒഡീസിയും ഹോമർ രചിച്ച മഹാകാവ്യങ്ങൾ അല്ലെ. പിന്നെ നമുക്ക് അനുബന്ധ പ്രവർത്തനങ്ങളെ പറയുന്നുള്ളൂ. അംഗവൈകല്യം സംഭവിച്ചിട്ടും അത് കണക്കാക്കാതെ പ്രവർത്തിച്ച് വിജയിച്ച ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തെ കുറിച്ച് ചുരുക്കുകയും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറും എല്ലാം ഡിസ്കസ് ചെയ്തു അല്ലെ. ഓക്കെ, അപ്പൊ ഈ പാഠം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് പറഞ്ഞത് വരെയുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അത് എഴുതുക. ഓക്കെ ഓക്കെ, ബൈ, സി യു.